നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 1-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 6ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ സമരം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. ഒരു വിഭാഗം KSRTC ബസ്സുകളിൽ സംസ്ഥാന സർക്കാർ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ സംസ്ഥാന സർക്കാരിനെതിരെ പോരിന് സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും. ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചതോടെ നഷ്ടമുണ്ടാകുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. സമരത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തരുതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. സ്വകാര്യ ബസ് പ്രതിസന്ധിയുടെ ഗൗരവം അറിയാം. സ്വകാര്യ ബസ്സുകൾ പുതിയ വരുമാന സ്രോതസ് നോക്കണം. KSRTC പരസ്യം ചെയ്യുന്നത് പോലെ അവർക്കും പരസ്യം നൽകാം. നികുതി 59% കുറച്ചെന്നും നിലവിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ഗതാഗത മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചോട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ്. ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്രകൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കും. വാഹനം ഓടിക്കുന്നയാൾക്കോ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്കോ ഹെൽമറ്റ് ഇല്ല എങ്കിൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. നിയമലംഘനങ്ങൾ പിടികൂടാൻ വാഹന പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ പിഴയ്ക്കും. പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതും നിർബന്ധമാക്കും. നിയമം കർശനമായി നടപ്പാക്കാൻ എല്ലാ ലൈസൻസിംഗ് അതോറിറ്റികളോടും RTO എൻഫോഴ്സ്മെൻറ്റ് ജോയിൻറ്റ് RTOമാർക്കും നിർദ്ദേശം നൽകി. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതിന് ഒപ്പം 1 ദിവസത്തെ ക്ലാസ്സിലും പങ്കെടുക്കണം. അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 3 ദിവസമായിരിക്കും പരിശീലന ക്ലാസ്. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും അപകടത്തിൽ മറ്റൊരാൾക്ക് മരണം സംഭവിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുകയും ചെയ്താൽ 1 വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. അമിത വേഗത, റേസിംഗ് എന്നിവ നടത്തി പിടിക്കപ്പെട്ടാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. അതുപോലെ തന്നെ അമിത ഭാരം കയറ്റി വാഹനം ഓടിച്ചാലും കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. എമർജൻസി വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്തില്ലെങ്കിൽ 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 1 ദിവസം പരിശീലനം തേടുകയും വേണം. ജൂലൈ മാസത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ്. 2025-26 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ 2026 ജൂലൈ 31 മുൻപായി റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ തീയതിക്കുള്ളിൽ ഫയൽ ചെയ്തില്ല എങ്കിൽ പിഴ ഈടാക്കും. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ജൂലൈ മാസം 1 മുതൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ ഉയർന്ന ഫീസ് നൽകേണ്ടി വരും. ഇന്ത്യയിലും വിദേശത്തുമുള്ള സാധാരണ തൽക്കാൽ പാസ്പോർട്ട് സേവനങ്ങളുടെ ഫീസാണ് വിദേശകാര്യ മന്ത്രാലയം പുതുക്കിയത്. ഇനി അടുത്തതായി RBIയുടെ ഒരു പുതിയ ചട്ടം വന്നിട്ടുണ്ട്. ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ബാങ്കുകൾ തെറ്റായ വിവരങ്ങൾ നൽകി സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നത് തടയാനും ഉപഭോക്താക്കളെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമായി റിസർവ് ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയോ അന്യായമായ രീതിയിലോ അനുയോജ്യമല്ലാത്ത സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അടച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാൻ അർഹതയുണ്ടാകും. കൂടാതെ ഇതുമൂലം എന്തെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. ഇനി ജൂലൈ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുന്നത്. എന്നാൽ 1-ാം തീയതി ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ജൂലൈ 2-ാം തീയതി മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ എന്ന് പറയുന്നത് അന്ത്യോദയ അന്ന യോജന, അതായത് AY കാർഡിന് 30 കിലോ
അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. NPS കാർഡിന് സ്പെഷ്യൽ വിഹിതമായി 3 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. NPNS കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും മാനും സൈനിക